സെലിബ്രേറ്റിംഗ് ദ ടെററിസം. രഞ്ജിത്ത് വധം നടന്നപ്പോൾ തേജസ് എന്ന ഇസ്ലാമിക മാധ്യമത്തിന്റെ അസിസ്റ്റന്റ് എഡിറ്റർ 2021 ഡിസംബർ 19 ഇട്ട പോസ്റ്റാണിത്. അബ്ദുള്ള PC എന്ന അയാളുടെ പോസ്റ്റ് ഇങ്ങനെയാണ്: ഇന്നലെ രാത്രി BJP-കാർ നേരത്തെ ഇറക്കിയ മാമാ ചാനലുകാരെ എല്ലാം SDPI-കാർ നേരത്തെ ഉണർത്തി. രഞ്ജിത്തിന്റെ കൊലപാതകം നടന്ന ശേഷം തേജസ് അസിസ്റ്റന്റ് എഡിറ്റർ അബ്ദുള്ള PC 2021 ഡിസംബർ 19 ഇട്ട പോസ്റ്റാണിത്. വായ്ക്കരിയിടാൻ മുഖവും തലയുമില്ലാതെ വെട്ടിനുറുക്കി നശിപ്പിച്ച ക്രൂരതയ്ക്ക് ശേഷം ചോരമണമുള്ള ഈ പോസ്റ്റ് ഇയാളുടെ വാളിൽ ഇപ്പോഴും നിലനിൽക്കുന്നു. കൊലപാതകങ്ങൾ കേരളത്തിൽ അനേകം നടന്നിട്ടുണ്ട്. എങ്കിലും മതഭീകരതയുടെ പേരിലുള്ള കൊലപാതകങ്ങൾ അപകടം കൂട്ടുന്നതാണ്. ഒരു മതക്കാരിലെ ഭീകരന്മാർ മറ്റു മതക്കാരെ കൊന്നൊടുക്കുക, ഇസ്ലാമിക ഭീകരന്മാർ കാഫിറുകളെ എങ്ങനെ കൈകാര്യം ചെയ്യണമെന്ന് വിശുദ്ധ പുസ്തകത്തിലെ കാര്യങ്ങൾ അനുവർത്തിക്കാൻ തുടങ്ങുമ്പോൾ സമൂഹത്തിന് തീർച്ചയായും ആശങ്കയുണ്ടാകും. ആ ആശങ്ക തന്നെയാണ് രഞ്ജിത്തിന്റെ കൊലപാതകത്തിലും. ആ കൊലപാതകത്തെ സെലിബ്രേറ്റ് ചെയ്യും വിധമാണ് തേജസ് അസിസ്റ്റന്റ് എഡിറ്റർ 2021 ഡിസംബർ 19 ഇട്ട പോസ്റ്റ്. ഇപ്പോൾ രഞ്ജിത്തിന്റെ കൊലക്കേസിൽ 15 പ്രതികളെയും തൂക്കിക്കൊലയ്ക്ക് വിധിച്ചപ്പോൾ ഹിന്ദു ആചാര്യൻ കൂടിയായ ഡോക്ടർ ഭാർഗവറാമാണ് ഇത് സമൂഹത്തിന്റെ മുന്നിൽ ഉന്നയിച്ചിരിക്കുന്നത്. ഡോക്ടർ ഭാർഗവറാമിന്റെ കുറിപ്പ് ഇങ്ങനെ: രഞ്ജിത്ത് G വധക്കേസിലെ 15 പ്രതികൾക്ക് വധശിക്ഷ ലഭിച്ച ഈ അവസരത്തിൽ ഓർമ്മിക്കപ്പെടേണ്ട ഒരു ഫേസ്ബുക്ക് പോസ്റ്റുണ്ട്. രഞ്ജിത്ത് Gയെ വധിച്ചതിൽ ഊറ്റം കൊണ്ടുകൊണ്ടുള്ള PC അബ്ദുള്ളയുടെ പോസ്റ്റിന്റെ സ്ക്രീൻഷോട്ട് ചുവടെ. അഡ്വക്കേറ്റ് രഞ്ജിത്ത് ശ്രീനിവാസന്റെ കൊലപാതകത്തിൽ ഊറ്റം കൊണ്ട് തേജസ് അസിസ്റ്റന്റ് എഡിറ്റർ 2021 ഡിസംബർ 19 ഇട്ട പോസ്റ്റാണിത്. ഇന്നലെ രാത്രി BJP-കാർ നേരത്തെ ഉറക്കിയ മാമാ ചാനലുകളെല്ലാം ഇന്ന് SDPI-കാർ നേരത്തെ ഉണർത്തി എന്നായിരുന്നു PC അബ്ദുള്ളയുടെ പോസ്റ്റ്. അമ്മയുടെയും ഭാര്യയുടെയും മക്കളുടെയും മുന്നിലിട്ട് PFI SDPI ഹിറ്റ് സ്ക്വാഡ് അഡ്വക്കേറ്റ് രഞ്ജിത്ത് ശ്രീനിവാസൻ Gയെ വെട്ടിനുറുക്കി കൊലപ്പെടുത്തിയപ്പോൾ നിർഭയം SDPI സഹപ്രവർത്തകരെ അഭിനന്ദിക്കുന്ന, ആഹ്ലാദം പ്രകടിപ്പിക്കുന്ന അബ്ദുള്ള ആള് ചില്ലറക്കാരൻ അല്ലല്ലോ. പോപ്പുലർ ഫ്രണ്ടിന്റെ മീഡിയ സ്ലീപ്പർ സെൽ നിയന്ത്രിക്കുന്നത് ഇന്നും P. കോയയുടെ വത്സല ശിഷ്യന്മാരിൽപ്പെട്ട അബ്ദുള്ളയാണ്. ഗുരു ശിഷ്യ സമാഗമത്തിന് തിഹാർ ജയിൽ വൈകാതെ വേദിയാകട്ടെ എന്ന് മാത്രം ഇപ്പോൾ ആശംസിക്കുന്നു എന്നാണ് ഡോക്ടർ ഭാർഗവറാം കുറിച്ചത്. ഇത് ഡോക്ടർ ഭാർഗവറാം ചൂണ്ടിക്കാണിക്കുന്നിടത്ത് മാത്രം ഒതുങ്ങുന്നില്ല. സെലിബ്രേറ്റിംഗ് ദ ടെററിസം എന്നത് കോടതിക്കെതിരെയും വിധി പറഞ്ഞ ജഡ്ജിക്കെതിരെയും ഉയരുകയാണ്. രഞ്ജിത്ത് വധക്കേസിൽ വിധി പറഞ്ഞ വനിതാ ജഡ്ജിക്കെതിരെ ഭീഷണികൾ ഉയരുന്നു. റുബീന റൂബി എന്ന ഫേസ്ബുക്ക് അക്കൌണ്ടിൽ നിന്നും ജഡ്ജിയെ ആക്ഷേപിച്ചും ഭീഷണിപ്പെടുത്തിയും സന്ദേശങ്ങൾ ഇപ്പോൾ സമൂഹ മാധ്യമങ്ങളിൽ വൈറലാണ്. ഈ പ്രൊഫൈൽ ജഡ്ജിയെ ആക്ഷേപിച്ചിരിക്കുന്നത് ഇങ്ങനെ: RSSന്റെ അഭിഭാഷക പരിഷത്തിന്റെ ജില്ലാ നേതാവാണ് വനിതാ ജഡ്ജി. നികുതി പണത്തിൽ നിന്ന് നക്കാനൊരു ജോലി മാവേലിക്കര ജഡ്ജി വിധിക്കുന്നത് RSS കാര്യാലയത്തിൽ നിന്ന് എന്ന പോലെ. ഇവളാണ് 10 മിനിറ്റ് കൊണ്ട് എല്ലാ പ്രതികൾക്കും വധശിക്ഷയും ജീവപര്യന്ത ജൽപ്പനവും പുറപ്പെടുവിച്ച വർഗീയവാദി. ഈ പോസ്റ്റിൽ റുബീന റുബി എന്ന ഫേസ്ബുക്ക് അക്കൌണ്ട് ചെയ്യുന്നത് ടെററിസം സെലിബ്രേറ്റ് ചെയ്യുകയാണ്. ജഡ്ജിയെ വർഗീയവാദി എന്ന് വിളിക്കുന്നു, ആക്ഷേപിക്കുന്നു, RSS കാരി എന്ന് വിളിക്കുന്നു. ന്യൂസ് ഡെസ്ക് കർമ്മ ന്യൂസ്.